നമ്മളുടെ കാര്യപരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എത്തിച്ചേർന്ന എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. And it's now the time for the spectacular moment. Before getting into the session, I would like to invite the chief guest of the day, Shri K.K. Mohammed, Indian archaeologist who served as the regional director of Archaeological Survey of India. Mohammed sir is credited for the discovery of Ibadat Khana as well as various prominent Buddhist stupas and monuments. People who excavate the depths of the ancient times. One such figure who has delved his ways into the depths of history and made a mark there again. It's my pleasure to welcome Shri K.K. Mohammed to deliver the inaugural speech. Please, sir. സംപൂജ്യരായ സഭാധ്യക്ഷർ പ്രൊഫസർ കെ ശശികുമാർജി, ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകിച്ച് കൊല്ലങ്കോടിൻ്റെ രാമായണവും മഹാഭാരതവും ഒന്നിച്ചെഴുതിയ ഡോക്ടർ സുനിൽകുമാർജിയെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഇന്നലെ ആണ് നേരിട്ട് കാണുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാ പരിപാടികളിലും ഒന്നിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ കാണുന്നത് അർദ്ധനാരീശ്വരരായിട്ടാണ്. ഒപ്പം കുട്ടികളുമുണ്ട്. ഒന്നായിട്ടാണ് അവരെല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇതിനു പുറമെ വേദിയിൽ ധാരാളം പ്രമുഖ വ്യക്തികളുണ്ട്. നമ്മുടെ സഭാകാരത്തിലും അതേപോലെ തന്നെ ആളുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കൊല്ലങ്കോടിൻ്റെ രാമായണവും മഹാഭാരതവും ഒന്നിച്ചെഴുതിയ അദ്ദേഹത്തിൻ്റെ സുനിൽകുമാർജിയുടെ പുസ്തകത്തിൻ്റെ റിലീസിംഗ് സെറിമണിക്ക് വേണ്ടിയാണ്. അത് നമുക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത? സാധാരണ നമ്മളെല്ലാം കേരളത്തിൻ്റെ ചരിത്രത്തെ എല്ലാവരും ധാരാളം വിശകലനം ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരള തലസ്ഥാനം മുസിരിസ്. ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയും അത് മുസിരിസ് കൊടുങ്ങല്ലൂരാണ് എന്ന് പറയുന്നുണ്ട്. അല്ല, ഇത് കരൂരാണ്, അതായത് ഇന്നത്തെ സേലം കോയമ്പത്തൂർ ഭാഗത്തുള്ള കരൂരാണ് എന്ന് പറയുന്നവരുണ്ട്. അവിടെയും ഇൻസ്ക്രിപ്ഷൻസുകളുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അല്ല, ഇത് രണ്ടുമല്ല, ഏതാണ്ട് നമ്മുടെ ഇവിടെയുള്ള കൊല്ലങ്കോടിൻ്റെ ഭാഗത്താവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തിയറി മുന്നോട്ട് വെക്കുകയാണ് ഡോക്ടർ സുനിൽകുമാർജി ചെയ്യുന്നത്. ഏതാണ് ശരിയെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുകയില്ല. നമുക്ക് ധാരാളം റിസർച്ച് ഈ ഫീൽഡിൽ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ. പക്ഷെ അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വളരെ വിശദമായി തൻ്റെ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ കൊല്ലങ്കോടിൻ്റെ ശരിക്കുള്ള രാമായണവും മഹാഭാരതവും ഒന്നിച്ചു കൂടിയതാണ് എന്ന്. ഇവിടെ ശെൽവകുമാർജി ധാരാളം റിസർച്ചുകൾ ചെയ്തിട്ടുണ്ട്. ജെന്നി പീറ്റർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്ക് പുരാതന ശിലായുഗത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് പുരാതന ശിലായുഗത്തിൻ്റെ ഭാഗങ്ങൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ കൊല്ലങ്കോടും അതുപോലെ തെന്മേനി മണിയും ഇതേപോലുള്ള ഭാഗങ്ങളെല്ലാം. ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെസോലിത്തിക് യുഗത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച്, കാരണം ആ തെളിവുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിനുശേഷമുള്ള ചരിത്ര
കാലഘട്ടത്തിൻ്റെ മറ്റുള്ള മെഗാലിത്തിക് മഹാശിലായുഗം, ആ കാലഘട്ടത്തിൽ എന്തൊക്കെ തെളിവുകളുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പുസ്തകം മാത്രമല്ല, ഇതൊരു വഴികാട്ടിയാണ്. ഇനിയും ധാരാളം റിസർച്ചുകൾ ചെയ്യേണ്ടതുണ്ട്, ധാരാളം അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ അന്വേഷണങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ശരിയായൊരു കൺക്ലൂഷനിലെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വഴികാട്ടിയായിട്ട് നാം ഈ പുസ്തകത്തെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മറ്റൊന്ന് തോന്നിയിട്ടുള്ളത്, അതായത് കൊല്ലംകോട്, കൊല്ലൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ നമുക്ക് പലപ്പോഴും കൊല്ലൻ എന്ന് പറയുന്ന ഒരു സമുദായത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും മനുഷ്യൻ്റെ പുരോഗതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ലോഹം എന്നുപയോഗിക്കും. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്, സാധാരണ മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യൻ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നതോടുകൂടി അവൻ്റെ കൈ ഫ്രീ ആയി. ആ കൈക്ക് ഒപ്പോസിങ് പവർ ഓഫ് തമ്പ്. ഈ ഒപ്പോസിങ് പവർ ഓഫ് തമ്പ് മൃഗങ്ങൾക്കില്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ ആയുധങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ വരെയുള്ള കാര്യങ്ങളിൽ മനുഷ്യന് പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ നിന്നാണ്. അതും ഒപ്പം തന്നെ മനുഷ്യൻ്റെ ക്രേനിയം കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്നുമാണ്. അത് ഒരു മനുഷ്യൻ്റെ പുരോഗതിയുടെ ഏറ്റവും വലിയ ഭാഗങ്ങളായിരുന്നു. അതിനുശേഷമാണ് ലോഹയുഗം തുടങ്ങുന്നത്. ലോഹയുഗം തന്നെ ബ്രോൺസ് ഏജ് ആയിരുന്നു. സംസ്കാരങ്ങളുടെ ഏറ്റവും വലിയ, നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം പോലുള്ള സംസ്കാരം, ഹരപ്പ, മോഹൻജദാരോ പോലുള്ള സംസ്കാരങ്ങൾ വളർന്നു വന്നത് ഈ തരത്തിലുള്ള ബ്രോൺസ് ഏജിലായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ലോഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോഹമായിട്ടുള്ള അയൺ ഏജിലേക്ക് മനുഷ്യൻ വരുന്നത്. ആ അയൺ ഏജിലാണ് നമ്മുടെ മഹാഭാരതം ഉണ്ടാകുന്നത്. കൃഷ്ണൻ്റെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം അതേപോലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാഹനമായിരുന്നു, ഒരു പ്രത്യേക ആയുധമായിരുന്നു. ഈ ലോഹയുഗത്തിൽ, അതായത് ഇരുമ്പ് യുഗത്തിൽ മനുഷ്യൻ വന്നതോടുകൂടി മനുഷ്യൻ്റെ വളർച്ച വളരെയധികം കൂടുകയുണ്ടായി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇരുമ്പില്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ഈ വളർച്ചയൊന്നും തന്നെ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും അധികം ശ്രമിച്ചിരുന്നതും അതിൻ്റെ മുന്നോടിയായി പ്രവർത്തിച്ചിരുന്നതും കൊല്ലന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലന്മാരായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നതും. അത് ബസ്സും കാറും വന്നപ്പോൾ ആദ്യത്തെ ബസ്സിൻ്റെയും കാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉടമകളായിട്ട് വന്നിട്ടുള്ളവരും അവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കൊല്ലംകോട്, കൊല്ലന്മാർ താമസിക്കുന്ന, അതായത് മഹാശിലായുഗം, ഈ മഹാശിലായുഗത്തിലാണ് നമ്മുടെ ഏതാണ്ട് 1000 BC വരെ പോകുന്ന, അതിന് കീഴിലും വരാം, ആ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതിൽ കൊല്ലംകോട്, അതായത് ഈ ഇരുമ്പ് ഉപയോഗിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ വളരെ നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മഹത്തായ ഒരു വഴികാട്ടി എന്ന പുസ്തകം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നതിൽ, അതിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഈ പ്രഥമ മീറ്റിംഗ് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമേകട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.